സോ ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാംസങ്ങിൻ്റെ 2 ട്രിക്സ് പറഞ്ഞു തരാൻ പോവുകയാണ്. ഭയങ്കര യൂസ്ഫുള്ളായ ട്രിക്സാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് എ സീരീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എസ് സീരീസ് ആണെങ്കിലും മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ബിക്കോസ് ഗുഡ് ലോക്ക് ആവശ്യമുണ്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നിങ്ങളുടെ ഫോണിൽ ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഗുഡ് ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഗാലക്സി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗുഡ് ലോക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിവിടെ ഓപ്ഷൻ ഉണ്ടാവും ടെറസ് മേക്കപ്പ് ലൈഫ് അപ്പ്. അപ്പോൾ ഈ ലൈഫ് അപ്പിലാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ലൈഫ് അപ്പിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ രജിസ്റ്ററിന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ 2 ട്രിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ 2 ഓപ്ഷനാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം, സൈഡ് കീ പ്രസ് ആൻഡ് ഹോൾഡ് ആക്ഷൻ. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓഫായിരിക്കും നിങ്ങളുടെ ഫോണിൽ. ഇതൊന്ന് ഓണാക്കി വയ്ക്കുക. ഓണാക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നണ്ടിലാവും കിടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഓപ്ഷന്. ഫോർ എക്സാമ്പിൾ ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ട്, ആക്സസ് യുവർ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻറ്റ്, ടേൺ ഓൺ ഓർ ഓഫ് ഫ്ലാഷ് ലൈറ്റ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഫ്ലാഷ് ലൈറ്റും ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പവർ ബട്ടൺ ഉണ്ടല്ലോ, ഈ പവർ ബട്ടൺ നമ്മൾ ഡബിൾ ടാപ്പ് മീൻസ് ലോങ് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു. അതേമാതിരി ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട, ഈ ടേൺ ഓൺ ഓർ ഓഫ് ഫ്ലാഷ് ലൈറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇരുട്ടത്ത് എവിടെയെങ്കിലും നടക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് ലൈറ്റ്, ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ പാനൽ വന്നിട്ട് നിങ്ങൾ ടോർച്ചിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കുകയാണ് ചെയ്യുക. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ട്രിക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ ഈ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഫ്ലാഷ് ലൈറ്റ് കത്തുന്നതാണ്, കണ്ടില്ലേ? അതേമാതിരി ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റ് മീൻസ് ഈ പവർ ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവുന്നതാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ട്രിക്ക് നോക്കാന്ന് വെച്ചാൽ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ടാപ്പ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ആവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഓഫായിട്ടാവും ഇരിക്കുക, അതൊന്ന് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് ഡബിൾ ടാപ്പ് ആൻഡ് ട്രിപ്പിൾ ടാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഡബിൾ ടാപ്പിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ലൈക്ക് ആക്സസ് യുവർ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻറ്റ്, സ്റ്റാർട്ട് പോപ്പ് വിൻഡോ, ഷോ നോട്ടിഫിക്കേഷൻ, ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ബേസിക്കലി സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടേക്ക് ആൻഡ് ഷെയർ സ്ക്രീൻഷോട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ബാക്കിൽ ഡബിൾ ടാപ്പിങ്ങിന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ സ്ക്രീൻഷോട്ട് എടുത്തത്? ഇതുമാതിരി നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. അതേമാതിരി ബാക്ക് സൈഡിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ട്രിപ്പിൾ ടാപ്പ് ഉണ്ട്. അപ്പോൾ അതേമാതിരി നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തില്ലേ, അതേമാതിരി ട്രിപ്പിൾ ടാപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലത്തെ ഏതാ ഫീച്ചറാണ് ആക്ടിവേറ്റ് ആവേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആക്സസ് യുവർ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, വോയിസ് അസിസ്റ്റൻറ്റ്, അപ്പോൾ ഞാൻ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോൾ വോയിസ് അസിസ്റ്റൻറ്റ് ഇവിടെ ഓൺ ആവുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ? അപ്പോൾ ഇതുമാതിരി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ട്രിപ്പിൾ ടാപ്പും. അപ്പോൾ ഈ 2 ഫീച്ചറും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര യൂസ്ഫുള്ളായ ഫീച്ചറാണ് ഇൻ ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്